CPIM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. ദൃശ്യങ്ങൾ. സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. സേവ് CPM എന്നാണ് അവർ മുദ്രാവാക്യം വിളിക്കുന്നത്. CPM-നെ രക്ഷിക്കൂ എന്നാണ് മുദ്രാവാക്യം. കൊള്ളക്കാരിൽ നിന്ന് CPM-നെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് സ്ത്രീകളടക്കമുള്ളവർ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പമുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, കഴിഞ്ഞ ദിവസം അരങ്ങേറിയ സംഘർഷങ്ങളുടെ തുടർച്ചയാണോ നഗരത്തിലൂടെയുള്ള പ്രകടനം? അതെ സുജയ, ഇപ്പോൾ കരുനാഗപ്പള്ളി CPIM ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് CPM പ്രവർത്തകർ തന്നെ ഇപ്പോൾ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം കുലശേഖരപുരം CPM ലോക്കൽ സമ്മേളനത്തിൽ വലിയ സംഘർഷം നടന്നിരുന്നു. അവിടെ ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് അത് ഏകപക്ഷീയമായി നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഇന്നലെ ആ മേഖലയിൽ വലിയ സംഘർഷമായിരുന്നു നടന്നിരുന്നത്. അവിടെ ഈ ലോക്കൽ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള 2 മുതിർന്ന നേതാക്കളെ അവിടെ തടയുന്ന ഒരു സ്ഥിതിവിശേഷം വരെയുണ്ടായി. പ്രധാനമായും അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയില്ല. ഏകപക്ഷീയമായി CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഒരു തീരുമാനമെടുത്ത് ഒരു പാനൽ അവതരിപ്പിച്ചു. അതിനെ തുടർന്ന് അവിടെ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെയും ഒപ്പം തന്നെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും ഏകപക്ഷീയമായി തെരഞ്ഞെടുത്തു എന്നൊരു വിഭാഗം ആരോപിച്ചിരുന്നു. ആ വിഭാഗമാണ് ഇപ്പോൾ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനമായി എത്തുന്നത്. വനിതകൾ അടക്കമുള്ള CPIM പ്രവർത്തകരുണ്ട്. ഇവർ പ്ലേക്കാർഡുകളും എഴുതിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സമരം നടത്തുന്നത്. 5 പേർ മാത്രം കൈപൊക്കിയ പാനൽ അംഗീകരിച്ചത് അത് ഏകപക്ഷീയമായി ആണ് എന്ന് പറയുന്നു. ഇവിടെ വലിയ പോലീസ് സന്നാഹവുമുണ്ട്. CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വലിയ പോലീസ് സന്നാഹമുണ്ട്. ഈ ഏരിയ കമ്മിറ്റി ഓഫീസ് ആ കോമ്പൗണ്ടിലേക്ക് ഈ സമരക്കാരെ പ്രവേശിപ്പിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. വലിയ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ ഒരു സംഘർഷം ഉണ്ടായതിനു ശേഷം CPM-ന്റെ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന വനിതാ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത്. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനാണ് പ്രധാനമായും ഇന്നലെ തർക്കം നടന്നത്. ഒപ്പം തന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതിലും അവിടെ തർക്കമുണ്ടായിരുന്നു. അതേസമയം ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിൽ ഇന്നലെ പങ്കെടുത്തത് പാർട്ടി അംഗത്വം ഇല്ലാത്തവരാണെന്നൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം പാർട്ടി അംഗങ്ങൾ തന്നെയാണ് ഈ ഒരു ഇന്നലെ നടന്ന പ്രകടനത്തിനൊപ്പം തന്നെ സമരത്തിലും പങ്കെടുത്തത് എന്നാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരും പറയുന്നത്. പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവർ തന്നെയാണ് തങ്ങൾ എന്ന് ഇന്നലെ എതിർപ്പുമായി വന്നവർ പറയുന്നു. കഴിഞ്ഞ 18-ാം തീയതി അവിടെ ഈ CPM-ന്റെ പ്രതിനിധി സമ്മേളനം നടന്നിരുന്നു. പക്ഷെ അന്നും വലിയ തർക്കത്തെ തുടർന്ന് ആ പ്രതിനിധി സമ്മേളനം മാറ്റിവെച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇന്നലെ CPIM ലോക്കൽ സമ്മേളനം വീണ്ടും നടത്തിയത്. ഉൾപാർട്ടി ജനാധിപത്യ പ്രകാരം തെരഞ്ഞെടുപ്പ് നടത്തണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോൾ പോലീസുകാരുമായി തർക്കം നടക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ആവശ്യം? എന്താണ് അതൊക്കെ പറയാം. തീരുമാനമെടുക്കാഞ്ഞതാണ് ഏറ്റവും വലിയ പ്രശ്നം. പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിൽക്കാതെ ഉപരി കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ ഇവിടുത്തെ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നതാണ്. ചില ആൾക്കാരുടെ ഒരുപിടി ആൾക്കാരുടെ തിട്ടൂരമനുസരിച്ച് പോകുന്ന ഈ പ്രസ്ഥാനത്തിൽ ഞങ്ങളും പിടിച്ചത് ചെങ്കൊടിയാ. ഞങ്ങൾക്ക് ഈ കൊടി ഇവിടെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ച് സ്വന്തം പോക്കറ്റിലാക്കുന്ന അഴിമതിക്കാർക്കെതിരെയാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. ഈ സമരം പിടിച്ച ചെഞ്ചോരക്കൊടിയെന്ന് ഞങ്ങളുടെ കയ്യിൽ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറയുന്നത് അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുമെന്നാണ്. നിങ്ങൾ അതിനെ എതിർക്കും? എങ്ങനെയാണ്? ഞങ്ങൾ എതിർപ്പ് തന്നെയാണ്. ഞങ്ങൾ ഈ പാർട്ടി നേതൃത്വത്തെ ആഹ്വാനം ഈ പരാതി ഈ കരുനാഗപ്പള്ളിയിൽ ഇന്ന് നടത്തി കൂട്ടിയിട്ടുള്ള സമ്മേളനങ്ങൾ അതെല്ലാം ഒരു പക്ഷത്തിൻ്റെതായി മാറ്റിയിട്ടുള്ള അത് നേതൃത്വത്തിന്റെയും കൂടെ സഹായത്തോടുകൂടി ഒരു പക്ഷത്തിൻ്റെതായി മാറ്റിയിട്ടുണ്ട്. അതിനെതിരെ ഞങ്ങൾ ഉപരി കമ്മിറ്റിക്ക് ഉൾപ്പെടെ സംസ്ഥാന കമ്മിറ്റിക്കും കൺട്രോൾ കമ്മീഷനും പരാതി കൊടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങളെക്കാളും ഈ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ നിൽക്കും. പക്ഷേ ഈ അഴിമതിക്കാരായിട്ടുള്ളവരെ ഈ പ്രസ്ഥാനത്തിന് തലപ്പത്ത് നിന്ന്
പറ്റൂ. കരുനാഗപ്പള്ളി ഒന്നാകെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിട്ടുണ്ട്. പണവും സമ്പത്തും ബാറും മറ്റും മദ്യവും ഉടമകളായി മാറിയിട്ടുള്ളവരാണ് ഇന്ന് ഈ പ്രസ്ഥാനത്തെ കരുനാഗപ്പള്ളിയിൽ നിയന്ത്രിക്കുന്നത്. ബിനാമി പേരുകൾ ബാർ ഉൾപ്പെടെ നടത്തുന്നവരാണ് ഇന്ന് ഈ കരുനാഗപ്പള്ളി പ്രസ്ഥാനത്തെ നയിക്കുന്നത്. ഇവരിൽ നിന്ന് മോചനം നേടിയേ പറ്റൂ. ഇത് പാവങ്ങളുടെ പ്രസ്ഥാനമാണ്, ആയിരങ്ങൾ ജീവൻ നൽകിയ പ്രസ്ഥാനമാണ്. പാർട്ടി നടത്തുന്നത് അംഗീകരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ പ്രതിഷേധം തീർച്ചയായിട്ടും പാർട്ടി ഉൾക്കൊള്ളും. ഈ പറയപ്പെടുന്ന ഇന്ന് ഈ കുരുവയിലത്ത് ഇത്രയും പ്രവർത്തകരുടെ കൂടണമെങ്കിൽ ആരും നിർദ്ദേശം കൊടുത്തിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലല്ല, ഒരു സർക്കുലർ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലല്ല. പോലീസ് ഉൾപ്പെടെയുള്ളവർ തടയുന്നു. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പാടില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. കേഡർ പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. ആ ജനാധിപത്യം സംരക്ഷിക്കാൻ പാർട്ടി സഖാക്കളെ അതിന് നിൽക്കണം. ഉപരി കമ്മിറ്റിയും കൂടെ അതിനുവേണ്ടി നിൽക്കണം. ഞങ്ങളും പിടിച്ചത് ചോരക്കൊടിയാണ്. എന്റെ കയ്യിൽ പിടിച്ച കൊടി താരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാനിതിനു വേണ്ടി മരിച്ചു വീണാലും ഞാൻ ഇതിന്റെ മുന്നിൽ തന്നെ കാണും. ഈ പ്രതിഷേധം പല പ്രാവശ്യമായിട്ട് ഞാൻ സംഘടനാപരമായിട്ട് അറിയിച്ചതാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് പോരാട്ടം നടത്തുകയാണ്. എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ മാധ്യമത്തിന് മുന്നിൽ പ്രതികരിച്ചത്. അതിവിടുത്തെ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി എന്നെ ഇവിടെ വെടിവെച്ചിട്ടാലും ഞാൻ ഇതിന്റെ കൂടെ തന്നെ നിൽക്കും. തീർച്ചയായിട്ടും ഞാൻ കേൾക്കുമെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് നീതി കിട്ടാത്തതാണല്ലോ ഞങ്ങൾ ഇന്ന് ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഈ കരുനാഗപ്പള്ളിക്കാർക്കെല്ലാം അറിയാം എന്നെ. ഈ ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അറിയാവുന്ന വ്യക്തിയാണ് ഞാൻ. കുലശേഖര നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ പരാതികളുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് വന്ന കമ്മിറ്റിയും രണ്ടും തമ്മിൽ ഞങ്ങൾ വറചട്ടിന്ന് ചാടി എരുതിയിലോട്ട് വീണ അവസ്ഥയാണ്. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നവും. ഞങ്ങൾക്ക് അവിടുന്ന് തീർച്ചയായിട്ടും അതെ, ഞങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ? ഞങ്ങളെ അവരുടെ വലയിൽ തന്നെയാണ് കാണുന്നത്. ഞങ്ങൾ അതിനാലാണോ പോകുന്നതെന്ന് ചോദിക്കുന്നിടത്ത് ഞങ്ങൾക്ക് അന്തസ്സോടെ നിന്ന് പറയണം. ഞങ്ങൾ പ്രസ്ഥാനത്തിന് വേണ്ടിയാണെന്ന് പറയാൻ ഞങ്ങൾ കഴിയണം. അതേ ഞങ്ങൾ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതിനുവേണ്ടി നീതി ലഭിക്കണമെന്ന് ഞങ്ങൾ ഇന്നലെ വന്ന ഉപരി കമ്മിറ്റിയോടും പറഞ്ഞിട്ടുള്ളൂ. പാർട്ടിക്കാനും കുത്താനും ആളിനെ നിർത്തിയിട്ട് ഞങ്ങളെ വെടിവെക്കുമ്പോൾ, ഞങ്ങളെ വെട്ടാൻ വരുമ്പോൾ, ഞങ്ങൾ വേണ്ടിയ കൊടി പിടിക്കുന്ന കൈ കുത്തി ഓടിക്കുമ്പോൾ ഞങ്ങൾക്ക് എവിടെ നീതി കിട്ടുന്നത്? ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്.